കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും കോളിളക്കമുണ്ടാക്കിയ കസ്റ്റഡി കൊലപാതക കേസ്. താനൂരിലെ താമിർ ജിഫ്രി കസ്റ്റഡി കൊരണത്തിന് ശേഷം 9 മാസങ്ങൾക്കിപ്പുറം 4 പ്രതികളെയും CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനും ശേഷമാണ് കേസ് CBIക്ക് വിട്ടത്. വൈകിയെങ്കിലും പ്രതികൾ അറസ്റ്റിലായത് കുടുംബം സ്വാഗതം ചെയ്തു. കേസിലെ 1-ാം പ്രതി താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ജിനേഷ്, 2-ാം പ്രതി പരപ്പനങ്ങാടി സ്റ്റേഷനിലെ CPO ആൽബിൻ അഗസ്റ്റ്യൻ, 3-ാം പ്രതി കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ CPO അഭിമന്യു, 4-ാം പ്രതി തിരൂരങ്ങാടി സ്റ്റേഷനിലെ CPO വിപിൻ എന്നിവരെ പ്രതികളുടെ വീടുകളിലെത്തിയാണ് CBI സംഘം അറസ്റ്റ് ചെയ്തത്. വൈകിയെങ്കിലുമുള്ള അറസ്റ്റ് സ്വാഗതം ചെയ്യുന്നതായി താമിർ ജിഫ്രിയുടെ സഹോദരൻ ആരിസ് ജിഫ്രി. തെളിവുകളൊക്കെ ജനങ്ങളുടെ മുമ്പിലും എല്ലായിടത്തും എത്തിയത്, എന്നിട്ടും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യണില്ല എന്നുള്ളത് ഒരു സംശയം തന്നെയായിരുന്നു. പക്ഷെ അത് CBIന്റെ ഒരു രീതി അതാവാം എന്നുള്ളത് അതിൽ ആശ്വസിക്കാം. എന്തായാലും അറസ്റ്റ് ചെയ്തല്ലോ. മലപ്പുറം തിരൂരങ്ങാടി മമ്പ്രം സ്വദേശി താമിർ ജിഫ്രിയെ ജൂലൈ 31-ന് ചേളാരിയിൽ വെച്ചാണ് ഡാൻസ് ഓഫ് സ്ക്വാഡ് കസ്റ്റഡിയിലെടുക്കുന്നത്. പിറ്റേന്ന് ഓഗസ്റ്റ് 1-ന് പുലർച്ചെ പോലീസ് മർദ്ദനത്തെ തുടർന്ന് താനൂർ സ്റ്റേഷനിൽ വെച്ച് താമിർ ജിഫ്രി മരിച്ചു. മർദ്ദനമേറ്റതിനെ തുടർന്നാണ് ജിഫ്രി മരിച്ചതെന്ന കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതോടെ പ്രതിഷേധമുയർന്നു. തുടർന്ന് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറി. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ച കുടുംബം രംഗത്തെത്തിയതിന് പിന്നാലെയാണ് കേസ് CBIക്ക് വിട്ടത്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.